ഹൈ സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതായത് ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ നിങ്ങൾ പഠിക്കുന്ന കുറേയധികം പ്രൊസീജിയേഴ്സ് പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ നമുക്ക് പേഷ്യൻറ്റിന് കെയർ കൊടുക്കുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ അവിടെ ചെയ്യുന്നതെന്നുള്ള ഓരോ പ്രൊസീജിയേഴ്സും, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചെക്കിംഗ് ഉണ്ട്, BP ചെക്കിംഗ്, ഓൾ ടുഗദർ പറഞ്ഞാൽ വൈറ്റൽ സയൻസ് ചെക്കിംഗ് മോണിറ്ററിംഗ് ഉണ്ട്, പിന്നെ യൂറിനറി കത്തീട്രൈസേഷൻ ഉണ്ട്, ബെഡ് ബാത്ത് ഉണ്ട്, അല്ല ഓറൽ കെയർ ഉണ്ട്, സക്ഷനിങ് ഉണ്ട്, അങ്ങനെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ബേസിക് ആയിട്ടും എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻറ്റും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രൊസീജിയറാണ് ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ഹോട്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോൾഡ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്? നോർമലി നമുക്കറിയാം, നമ്മുടെ ശരീരം പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുകയാണ്, എല്ലാം നോർമൽ ആണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അല്ലേ. ഇനി എന്നാൽ ശരീരത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് വന്നാൽ, എക്സ്പെഷ്യലി റിലേറ്റഡ് ടു ഇൻഫെക്ഷൻ, എന്തെങ്കിലും ഇൻഫെക്ഷൻസോ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യും, വേരി ചെയ്യും. ചില സാഹചര്യങ്ങളിൽ അത് നോർമലിൽ നിന്നും കൂടാറുണ്ട്, ചില സാഹചര്യങ്ങളിൽ നോർമലിൽ നിന്നും കുറയാറും ഉണ്ട്. എന്നാൽ കുറയുന്ന സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോട്ട് അപ്ലൈ ചെയ്യാം. കൂടുന്ന സമയത്ത് ടെമ്പറേച്ചർ ശരീരത്തിൽ കൂടിയാൽ അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോൾഡ് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ ടെമ്പറേച്ചർ വേരിയേഷൻ മാത്രമല്ലാതെ ശരീരത്തിൽ വേദന അല്ലെങ്കിൽ പെയിൻ എന്ന് പറയുന്ന ഒരു വൈറ്റൽ സയൻസ്, അതായത് 5ാമത്തെ വൈറ്റൽ സയൻസ് എന്ന് ചിലയിടത്ത് പ്രതിപാദിക്കുന്ന ഒരു ഫാക്ടറാണ് പെയിൻ എന്ന് പറയുന്നത്. ചില ബുക്കുകളിൽ അത് ഓക്സിജൻ സാച്ചുറേഷൻ ആണ്. 4 വൈറ്റൽ സയൻസ് ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, ബ്ലഡ് പ്രഷർ എന്നിവയാണ്. ഇനി 5ാമത്തെ വൈറ്റൽ സയൻസ് ഓരോ സാഹചര്യത്തിനനുസരിച്ച്, നോർമൽ വാർഡുകളിലെ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ 5ാമത്തെ വൈറ്റൽ സയൻസ് എന്ന് പറയുന്നത് പെയിൻ റെസ്പോൺസ് ആണ്. എന്നാൽ ICUവിൽ അല്ലെങ്കിൽ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റുകളിലുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ 5ാമത്തെ വൈറ്റൽ സയൻസ് ആയിട്ട് കണക്കാക്കുന്നത് ഓക്സിജൻ സാച്ചുറേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SpO2 എത്രയാണെന്ന്, ഓക്സിജൻ സാച്ചുറേഷൻ എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അവിടെ ഈ 5ാമത്തെ വൈറ്റൽ സയൻസ് ആയിട്ടുള്ള വേദന ആൾക്കാർക്കുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പെയിൻ ഉണ്ടെങ്കിൽ, അതായത് പുറമെ നിന്ന് ഉള്ള വേദന ഉണ്ടെങ്കിൽ, ഇന്റേണൽ പെയിന് നമുക്ക് ഹോട്ട് ആപ്ലിക്കേഷൻ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, പക്ഷെ വേദന പുറമെ നിന്നുള്ള പെരിഫറൽ പെയിൻ ഉണ്ടെങ്കിൽ, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പെയിൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു പെയിൻ റെസ്പോൺസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് അപ്ലൈ ചെയ്യാം? ഹോട്ട് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമ്മൾ ഹോട്ട് ആപ്ലിക്കേഷനും കോൾഡ് ആപ്ലിക്കേഷനും നഴ്സിംഗ് കെയറിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഹോട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന പോകും, അങ്ങനെയല്ല. അതിൽ ഓരോന്നിനും ഒരു ലിമിറ്റ് ഉണ്ട്, ടെമ്പറേച്ചറിന് ഒരു ലിമിറ്റ് ഉണ്ട്. കോൾഡ് എന്ന് പറയുമ്പോഴും നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഏതൊക്കെ തരത്തിലാണ് ഹോട്ട് ആപ്ലിക്കേഷൻ നടത്തുന്നത്, ഏതൊക്കെ തരത്തിലാണ് കോൾഡ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്, ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ക്ലാസ്സാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനും കൂടിയാണ്. സെക്കൻഡ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക്, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഫണ്ടമെന്റൽസിൻ്റെ ഫസ്റ്റ് പാർട്ടിലും നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് പാർട്ടിലും പഠിക്കുന്നുണ്ട്. രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പ്രാക്ടിക്കൽ ടോപ്പിക് അല്ലേ, പ്രാക്ടിക്കലിന് മാത്രമേ ചോദിക്കത്തുള്ളായിരിക്കും. അങ്ങനെയല്ല. കാരണം ഇത് പ്രൊസീജിയറായിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് പേഷ്യൻസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജസിലുള്ള ലാബുകളിൽ ഡമ്മികളിൽ നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ്ലി ഡീറ്റെയിൽസ് എല്ലാം പഠിച്ച് നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യുകയും വേണം. അതായത് വൈവ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ക്യുമുലേറ്റീവ് റെക്കോർഡുണ്ട്. അതിൽ ഈ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് ടീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാലും അതിന് ആൻസർ നിങ്ങൾ പറയണം. അത് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, കറക്റ്റായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്യുമുലേറ്റീവ് റെക്കോർഡിൽ ആ പ്രൊസീജിയറിനോടെ സൈൻ കിട്ടും. ഇനി ഇത് കൂടാതെ ലാസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. ആ എക്സാം കഴിയുമ്പോഴും അവിടെ തിയറി എക്സാം ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. പ്രാക്ടിക്കലിൽ തന്നെ ഡെമോൺസ്ട്രേഷനുമുണ്ട്, ഒപ്പം വൈവയുമുണ്ട്. ഇന്റേണൽ എക്സാമിനറും എക്സ്റ്റേണൽ എക്സാമിനറോടും നിങ്ങൾ ആൻസറുകൾ പറയണം, അവർ ചോദിക്കുന്നതിന് ഉത്തരം. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ. ഇത് കൂടാതെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം പേപ്പറിലും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടും പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ. ഐ തിങ്ക് നിങ്ങൾ ഇതിൻ്റെ ഒരു ഐഡിയ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ പഠിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇവിടെ നോക്കുക, ഹോട്ട് ആപ്ലിക്കേഷൻ. എന്താണ് ഹോട്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഹോട്ട് ആപ്ലിക്കേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഹോട്ട് ഏജന്റ് or warmer than skin
എയ്തർ ഇൻ എ മോയിസ്റ്റ് ഓർ ഡ്രൈ ഫോം ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ പുറം ഭാഗത്ത്, ശരീരത്തിൻ്റെ സർഫസിൽ മോയിസ്റ്റ് ആയിട്ടോ ഡ്രൈ ആയിട്ടോ നമ്മുടെ സ്കിന്നിൽ വാമറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോട്ട് ഏജൻറ്റോ ഉപയോഗിച്ച് ഹോട്ട് അപ്ലൈ ചെയ്യുന്നു. അതിനെ എന്ത് പറയുന്നു? ഹോട്ട് ആപ്ലിക്കേഷൻ. എന്താണ് ഡെഫിനിഷൻ പറഞ്ഞത്? ഹോട്ട് ആപ്ലിക്കേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹോട്ട് ഏജന്റ് വാമർ in skin either in a moist or a dry from on the surface of the ബോഡി. അപ്പോൾ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഹോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്? പല പർപ്പസസ് ഉണ്ട്. വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ടാണ് ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആകും. പർപ്പസ് ടു റിലീവ് പെയിൻ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട് അപ്ലൈ ചെയ്യുന്നത്? പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയും കഞ്ചഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് നാസൽ കഞ്ചഷൻ ഉണ്ട്, മൂക്കടപ്പുണ്ട്, അല്ലെങ്കിൽ റൈനോറിയ ഉണ്ട്, ചെവിയെല്ലാം നല്ല വേദനയാണ്, ഇയർ പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സെക്രീഷൻസ് ഉണ്ടാകുന്നു. അവിടെ കഞ്ചഷൻ ഉണ്ടെങ്കിൽ ആ കഞ്ചഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഹോട്ട് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ നമുക്കൊരു വാംത്ത് പ്രൊവൈഡ്, അതായത് പനി വരുന്ന ആൾക്കാർക്ക് ഹൈപ്പോതെർമിയ വന്നിട്ട് പേഷ്യൻസ് വിറയ്ക്കും, ചിൽസ് ഉണ്ടാവും, ഷിവറിങ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ ചൂട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, വാംത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഇതുകൂടാതെ പല മുറിവുകളും ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു ഹോട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, മസിൽ ടോൺ ഡിക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. എന്തെങ്കിലും സെക്രീഷൻസ് അല്ലെങ്കിൽ പസ് ഉണ്ടെങ്കിൽ, എക്സുഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് സോഫ്റ്റൻ ചെയ്ത് തിന്നാക്കി മാറ്റി പുറന്തള്ളപ്പെടാനും എന്ത് സഹായിക്കുന്നു? ഈ ഒരു ഹോട്ട് ആപ്ലിക്കേഷൻ സഹായിക്കുന്നു. വാട്ട് ആർ ദ പർപ്പസസ് ഓഫ് ഹോട്ട് ആപ്ലിക്കേഷൻ? ടു റിലീവ് പെയിൻ ആൻഡ് കഞ്ചഷൻ, ടു പ്രൊവൈഡ് വാംത്ത്, ടു പ്രൊമോട്ട് ഹീലിംഗ്, ടു ഡിക്രീസ് മസിൽ ടോൺ, ടു സോഫ്റ്റൻ ദ എക്സുഡേറ്റ്സ്. നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പം നേരത്തെ ഡെഫിനിഷൻ തന്നെ ഞാൻ പറഞ്ഞു, ഹോട്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്നതിനെ ലോക്കൽ എന്നും, ശരീരം ഫുള്ളായിട്ട് ടോട്ടലി അപ്ലൈ ചെയ്യുന്നതിന് ജനറൽ ഹോട്ട് ആപ്ലിക്കേഷൻ എന്നുമാണ് പറയുന്നത്. ഏതൊക്കെയാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്? ഒന്ന് ലോക്കൽ, മറ്റൊന്ന് ജനറൽ. ഇനി ലോക്കലായിട്ട് അപ്ലൈ ചെയ്താലും അവിടെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്യും, ചില സാഹചര്യങ്ങളിൽ മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യും. ജനറലായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും ഇതേ സെയിം മെത്തേഡ്, ഡ്രൈ ഹീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. നമുക്കതിൻ്റെ ടൈപ്സ് ഒന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് ഡ്രൈ ഹീറ്റ് ആണോ മോയിസ്റ്റ് ഹീറ്റ് ആണോ എന്നുള്ളത്. കാരണം ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഡ്രൈ ഹീറ്റിൽ വരുന്നതാണ് ഹോട്ട് വാട്ടർ ബോട്ടിൽസ്, chemical heating bottles, infrared rays, ultraviolet rays, short wave diathermy, heating lamp, electric cradles, electric heating pad. ഇതെല്ലാം എന്താണ്? ലോക്കൽ ഹോട്ട് ആപ്ലിക്കേഷനിലെ ഡ്രൈ ഹീറ്റ് ആപ്ലിക്കേഷൻസ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഹോട്ട് വാട്ടർ ബോട്ടിൽസ്, കെമിക്കൽ ഹീറ്റിംഗ് ബോട്ടിൽസ്, ഇൻഫ്രാറെഡ് റേസ്, അൾട്രാവയലറ്റ് റേസ്, ഷോർട്ട് വേവ് ഡയതേർമി, ഹീറ്റിംഗ് ലാമ്പ്, ഇലക്ട്രിക് ക്രാഡിൽസ്, ഇലക്ട്രിക് ഹീറ്റിംഗ് പാഡ്സ്. ഇനി മോയിസ്റ്റ്, നനവുള്ള ചൂട് കൊടുക്കുന്നത് എങ്ങനെയാണ്? മോയിസ്റ്റ് ഹീറ്റ് ഏതൊക്കെ മെത്തേഡുകളിൽ കൊടുക്കാം? വാം സോക്സ്, ലോക്കൽ ബാത്തായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹോട്ട് ഫെർമെൻറ്റേഷൻസ്, അതായത് കംപ്രസസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പൗൾട്ടിക്സ് അല്ലെങ്കിൽ കാറ്റപ്ലാസം ആയിട്ട് കൊടുക്കാം, സ്റ്റൂബ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫെർമെൻറ്റേഷൻസ് ആയിട്ട് കൊടുക്കാം, പാരഫിൻ ബാത്ത്, സിറ്റ്സ് ബാത്ത്, അക്വാതെർമിയ പാഡ്. ഇവയെല്ലാം ഏത് തരത്തിലുള്ള ഹീറ്റാണ് നമുക്ക് തരുന്നത്? മോയിസ്റ്റ് ഹീറ്റാണ്. ലോക്കലായിട്ട് ഹോട്ട് ആപ്ലിക്കേഷൻ, ജനറലായിട്ടുമുണ്ട്. ലോക്കലിൽ തന്നെ ഡ്രൈ ഹീറ്റ് ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്. ഇതിൽ പലതും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകളല്ല, ചിലത് പുറം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. കാരണം നിങ്ങളെല്ലാവരും മെയിനായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനായിരിക്കും അല്ലേ. നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ കുറച്ച് പേരായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡ്രൈ ഹീറ്റ് ഏതൊക്കെയാണ്, മോയിസ്റ്റ് ഹീറ്റ് ഏതൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ്, ജനറലിൽ ഡ്രൈ ഹീറ്റ് ഏതൊക്കെയാണ്? സൺ ബാത്ത് ഉണ്ട്, ഇലക്ട്രിക് കാഡിൽസ് ഉണ്ട്, ബ്ലാങ്കറ്റ് ബെഡ് ഉണ്ട്. മോയിസ്റ്റ് ഹീറ്റ് ആണെങ്കിൽ സ്റ്റീം ബാത്ത് ഉണ്ട്, ഹോട്ട് പാക്സ് ഉണ്ട്, വേൾപൂൾ ബാത്ത് അല്ലെങ്കിൽ ഫുൾ ഇമേഷൻ ബാത്ത് എന്ന് പറയുന്നൊരു ബാത്ത് ഉണ്ട്. അപ്പം ഇങ്ങനെ പല ടൈപ്പാണ് ഹോട്ട് ആപ്ലിക്കേഷൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോൾഡ് ആപ്ലിക്കേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹോട്ട് ആപ്ലിക്കേഷൻ ഡെഫിനിഷൻ പറഞ്ഞതുപോലെ കോൾഡ് ആപ്ലിക്കേഷൻ എന്തായിരിക്കും അതിൻ്റെ ഡെഫിനിഷൻ? എവിടെയാണോ നമ്മുടെ സ്കിന്നിൽ, എവിടെയാണോ നമുക്ക് സ്കിന്നിൽ ചൂടായിട്ടുള്ളത് ആ ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കോൾഡ് അപ്ലൈ ചെയ്യുന്നു. കോൾഡ് ആപ്ലിക്കേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ കോൾഡ് ഏജന്റ് കൂളർ ദാൻ സ്കിൻ എയ്തർ ഇൻ എ മോയിസ്റ്റ് or
ഡ്രൈ ഫോം, മോയ്സ് ഫോമിലോ ഡ്രൈ ഫോമിലോ സ്കിന്നിൽ തണുപ്പ് അപ്ലൈ ചെയ്യുന്നു, കോൾഡ് അപ്ലൈ ചെയ്യുന്നു. ഇതിനെ കോൾഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നു. കോൾഡ് ആപ്ലിക്കേഷൻ്റെ പർപ്പസസ് ഏതൊക്കെയാണ്? റെഡ്യൂസ് പെയിൻ, അതും വേദന കുറയ്ക്കാൻ സഹായിക്കാറുണ്ട്. ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ സഹായിക്കാറുണ്ട്. കൺട്രോൾ ഹെമറേജ്, ബ്ലീഡിങ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ബാക്ടീരിയയുടെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ഗാംഗ്രൈൻ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. എഡിമ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. സോ വാട്ട് ആർ ദ പർപ്പസസ് ഓഫ് കോൾഡ് ആപ്ലിക്കേഷൻ? ടു റെഡ്യൂസ് പെയിൻ, to reduce body temperature, to control hemorrhage, to control the growth of bacteria, to prevent gangrene, to prevent edema, to reduce inflammation. So next we will see types of cold application. Locally ഉണ്ട്, generally ഉണ്ട്. Locally dry cold ആണെങ്കിൽ ice bag, ice collar, ice pack, ice cradle, chemical cold packs. Moist heat ആണെങ്കിൽ, moist cold ആണെങ്കിൽ ice to suck, കോൾഡ് കംപ്രസ്, ഇവാപറേറ്റിംഗ് ലോഷൻ. നെക്സ്റ്റ് ജനറലി ആണെങ്കിൽ ഡ്രൈ കോൾഡ് ആണെങ്കിൽ ഹൈപ്പോതെർമിയ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഡ്രൈ കോൾഡ് അപ്ലൈ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് മോയ്സ്റ്റ് കോൾഡ് ആണെങ്കിൽ കോൾഡ് സ്പഞ്ചിങ്, കോൾഡ് ബാത്ത്, കോൾഡ് പാക്കുകൾ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ഇതങ്ങനെയും വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് വേണമെങ്കിൽ ടൈപ്സ് ഇട്ടും ചോദിക്കാം. നെക്സ്റ്റ് വൺ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു രീതിയിലാണ്, ഈ ഒരു പോയിന്റിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ചോദിക്കാറും ഉള്ളത്. അതായത് ടെമ്പറേച്ചർ, ക്ലാസിഫിക്കേഷൻ ഓഫ് ടെമ്പറേച്ചർ. വെരി കോൾഡ് എന്ന് പറഞ്ഞാൽ ഏത് ഫാരൻഹീറ്റ് ആണ്, അല്ലെങ്കിൽ നോർമൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്. അതായത് ഇവിടെ നോക്കുക, നോർമൽ നമ്മുടെ കോൾഡ് സ്പഞ്ചിൻ്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഹീറ്റ് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ്റെ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ 80 to 92 ഫാരൻഹീറ്റും, കൂൾ എന്ന് പറഞ്ഞാൽ 65 to 80 ഫാരൻഹീറ്റും, കോൾഡ് എന്ന് പറഞ്ഞാൽ 55 to 65 ഫാരൻഹീറ്റും, 32 to 55 വെരി കോൾഡ് എന്നുമാണ് പറയുന്നത്. ഇതിൽ വാം ആകുമ്പോൾ 92 to 98 ഫാരൻഹീറ്റും, ഹോട്ട് 98 to 104 ഫാരൻഹീറ്റും, വെരി ഹോട്ട് എന്ന് പറഞ്ഞാൽ 104, മോർ ദാൻ 104 ഫാരൻഹീറ്റ്. നെക്സ്റ്റ് നമുക്ക് ഹോട്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ നോർമലി ഉള്ള ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഹോട്ട് ആപ്ലിക്കേഷനിലും കോൾഡ് ആപ്ലിക്കേഷനിലും എങ്ങനെയാണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോക്കാം. ഇതിൽ നിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഐസ് ബാഗ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, കോൾഡ് ആപ്ലിക്കേഷനിൽ ഐസ് ബാഗാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബിലോ 15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ. ഇനി കോൾഡ് പാക്കുകളാണെങ്കിൽ 15 to 18 ഡിഗ്രി സെൽഷ്യസ് കോൾഡ് ആയിരിക്കും. കോൾഡ് കംപ്രസ് ആണെങ്കിൽ കൂൾ, അതായത് 18 to 27 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ആൽക്കഹോൾ സ്പഞ്ച് ബാത്ത് ആണെങ്കിൽ, ടെപ്പിഡ് സ്പഞ്ച് ആണെങ്കിൽ 27 to 37 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. വാം ബാത്ത് ആണെങ്കിൽ 37 to 40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഹോട്ട്, അതായത് ഹോട്ട് സോക്ക് അല്ലെങ്കിൽ ഹോട്ട് കംപ്രസ് ആണെങ്കിൽ 40 to 46ഉം. ഹോട്ട് വാട്ടർ ബാഗ് ഫോർ അഡൾട്ട് ആണെങ്കിൽ മോർ ദാൻ 46 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ എന്തൊക്കെയാണ് വരുന്നത്? ഐസ് ബാഗ്, അതായത് നോർമൽ വാമിൽ നിന്ന്, നോർമൽ 37 ഡിഗ്രിയിൽ നിന്ന് വാം ആകുമ്പോൾ 37 to 40, അതിനേക്കാൾ 40 to 46 ആകുമ്പോൾ ഹോട്ട് ആകും. മോർ ദാൻ 46 എപ്പോഴാണത് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡയറക്ട്ലി സ്കിന്നിൽ യൂസ് ചെയ്യാറില്ല. ഹോട്ട് വാട്ടർ ബാഗ് ഉപയോഗിച്ച് അഡൾട്ടിനാണ് 46 ഡിഗ്രി സെൽഷ്യസിന് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ 37 താഴോട്ട് 27 മുതൽ 37 ആണെങ്കിൽ ആൽക്കഹോൾ സ്പഞ്ച് ബാത്ത്, 18 to 27 ആണെങ്കിൽ കോൾഡ് കംപ്രസസ്, 15 to 18 ആണെങ്കിൽ കോൾഡ് പാക്സ്, ബിലോ 15 ഐസ് ബാഗ്. ഇങ്ങനെയാണ് ടെമ്പറേച്ചർ മെൻഷൻ ചെയ്യേണ്ടത്. ഇനി അതുപോലെ പലതരത്തിലുള്ള ഡിവൈസുകളാണ്. ഐസ് ബാഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഐസ് നിറച്ച് ഐസ് ബാഗ് ഉപയോഗിക്കുന്നു. അതുപോലെ ഇത് നമ്മുടെ ഒരു ജെല്ലി പാക്കാണ്. ഹോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, കോൾഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇതുപോലെ വേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹോട്ട് വാട്ടർ ബാഗാണിത്. ഇതിനുള്ളിൽ ഹോട്ട് വാട്ടർ 46 ഡിഗ്രിക്ക് മേലെയുള്ള വെള്ളം നിറച്ച് അത് ആ ഒരു ചൂട് വേദനയുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേദന കുറഞ്ഞു കിട്ടും. ഇതൊക്കെ പലതരത്തിലുള്ള ഡിവൈസസ് ആണ്. നിങ്ങളുടെ ലാബുകളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ഇവിടെ ഈ ഒരു പലതരത്തിലുള്ള ഹോട്ടും കോൾഡും ആപ്ലിക്കേഷനിൽ ഏത് തരത്തിലാണ് എനർജി അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അപ്പോൾ നമ്മളിത് വൈറ്റൽ സയൻസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള മെത്തേഡ് ഇവിടെ ഒന്നുകൂടെ എന്ന് പറയുന്നതുള്ളൂ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ, കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റിലൂടെ, ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ഗ്യാസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, വെള്ളം തിളച്ച് അതിൽ നിന്ന് നീരാവിയായിട്ട് പോകുന്ന വഴി ഇവാപ്രേഷൻ. അതുപോലെ റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, കൺവേർഷൻ, ട്രാൻസ്ഫർ ഫ്രം വൺ എനർജി ടു അനദർ എനർജി. ഇങ്ങനെ പല രീതിയിലാണ് ഇവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്തൊക്കെ രീതിയിലാണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, ഇവാപ്രേഷൻ, റേഡിയേഷൻ, കൺവേർഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ
ഫിസിയോളജിക്കൽ എഫക്റ്റ്. അപ്പോൾ നമ്മൾ കോൾഡ് ആപ്ലിക്കേഷനും പറഞ്ഞു, ഹോട്ട് ആപ്ലിക്കേഷനും പറഞ്ഞു. അപ്പോൾ ഈ കോൾഡ് ആപ്ലിക്കേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റാണ് ഹോട്ട് ആപ്ലിക്കേഷന് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ സിസ്റ്റമാറ്റിക് ഫിസിയോളജിക്കൽ എഫക്റ്റുകൾ ഉണ്ടാകുമെന്ന് നോക്കാം. കോൾഡ് ആപ്ലിക്കേഷനിൽ ബ്ലഡ് വെസൽസുകളെല്ലാം ചുരുങ്ങും. നമ്മൾ എവിടെയെങ്കിലും തണുപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ബ്ലഡ് വെസൽസ് നാരോഡ് ആവും. അതിനെ വാസോ കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് സൂപ്പർഫിഷ്യലിയുള്ള പെരിഫറൽ വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കും. എന്നാൽ ഹോട്ട് ആപ്ലിക്കേഷനാണ് സംഭവിച്ചെങ്കിലോ പെരിഫറൽ വാസോ ഡയലേഷൻ, ചൂട് ചെല്ലുമ്പോൾ അവിടെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും, കുറച്ചുകൂടി വിസ്തീർണമായിട്ട് മാറും. നെക്സ്റ്റ്, കോൾഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അവിടെ ബ്ലഡ് വെസൽസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിലൂടെ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കാപ്പിലറി പെർമിയബിലിറ്റി അവിടെ നിന്ന് ഡിക്രീസ് ചെയ്യും. എന്നാൽ ഹോട്ട് ആപ്ലിക്കേഷനിലോ കാപ്പിലറി പെർമിയബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ്, ഓക്സിജൻ, അവിടെ ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ഡെഫിനറ്റ്ലി അവിടുത്തെ ഓക്സിജൻ കൺസപ്ഷനും കുറയുന്നു. എന്നാൽ ഹോട്ട് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഓക്സിജൻ കൺസപ്ഷൻ അവിടെ കൂടുന്നു. ഇനി ലോക്കൽ ഏരിയയിലെ മെറ്റബോളിസം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇവിടെ ഹോട്ട് ആപ്ലിക്കേഷൻ ആകുമ്പോൾ അവിടെ മെറ്റബോളിസം കൂടുതലായിരിക്കും. ഇവിടെ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, കാരണം ബ്ലഡ് അവിടെ തിക്കായി മാറുന്നു. എന്നാൽ ഹോട്ട് ആപ്ലിക്കേഷനിൽ വിസ്കോസിറ്റി കുറഞ്ഞ് തിന്നായി മാറുന്നു. മസിൽ ടോൺ ഡിക്രീസ് ചെയ്യും കോൾഡ് ആപ്ലിക്കേഷനിൽ, ഹോട്ട് ആപ്ലിക്കേഷനിൽ മസിൽ ടോൺ ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ്, ബ്ലഡ് ഫ്ലോ അവിടെ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു കോൾഡ് ആപ്ലിക്കേഷനിൽ, ഹോട്ട് ആപ്ലിക്കേഷനിൽ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ്, ലിംഫ് ഫ്ലോ ഡിക്രീസ് ചെയ്യുന്നു കോൾഡ് ആപ്ലിക്കേഷനിൽ, ഹോട്ട് ആപ്ലിക്കേഷനിൽ കൂടുന്നു. നെക്സ്റ്റ്, ഡിക്രീസ്ഡ് മോട്ടിലിറ്റി ഓഫ് ലൂക്കോസൈറ്റ്സ്, അതായത് WBCയുടെ ചലനം മൂവ്മെന്റ് കുറയും. എവിടെ? കോൾഡ് ആപ്ലിക്കേഷൻ. ബ്ലഡിന്റെ ഒഴുകുന്നതിന്റെ സ്പീഡേ കുറഞ്ഞു, അപ്പം പിന്നെ WBCയും കുറവായിരിക്കും. എന്നാൽ ഹോട്ട് ആപ്ലിക്കേഷനിൽ അതിന്റെ മൂവ്മെന്റ് കൂടുതലായിരിക്കും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ചും ഓൺവേർഡ് ക്വസ്റ്റ്യൻസും വൈവയും ചോദിക്കാം. കോൾഡ് ആപ്ലിക്കേഷൻ പെരിഫറൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നു, ഹോട്ട് ആപ്ലിക്കേഷൻ വെസോ ഡയലേഷൻ ഉണ്ടാകുന്നു. ഒപ്പം നമ്മുടെ ബ്ലഡ് സപ്ലൈ കുറയുന്നു, ഓക്സിജൻ കൺസപ്ഷൻ കുറയുന്നു, കോൾഡിൽ മെറ്റബോളിസം കുറയുന്നു, ബ്ലഡ് വിസ്കോസിറ്റി, ബ്ലഡിൻ്റെ തിക്നെസ് അവിടെ കൂടുന്നു, മസിൽ ടോൺ ഡിക്രീസ് ചെയ്യുന്നു, ബ്ലഡ് ഫ്ലോ കുറയുന്നു, ലിംഫ് ഫ്ലോ കുറയുന്നു, ലൂക്കോസൈറ്റ്സിൻ്റെ മോട്ടിലിറ്റി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കുറയുന്നു. ഹോട്ട് ആപ്ലിക്കേഷൻ നേരെ ഓപ്പോസിറ്റ്, വാസോ ഡയലേഷൻ, ഇൻക്രീസ്ഡ് കാപ്പിലറി പെർമിയബിലിറ്റി, ഇൻക്രീസ്ഡ് ഓക്സിജൻ കൺസംഷൻ, അതുപോലെ ഇൻക്രീസ്ഡ് വിസ്കോസിറ്റി, ഇൻക്രീസ്ഡ് ലോക്കൽ മെറ്റബോളിസം, അതുപോലെ ലിംഫ് ഫ്ലോയും ബ്ലഡ് ഫ്ലോയും ഇൻക്രീസ് ചെയ്യുന്നു, ലൂക്കോസൈറ്റിൻ്റെ മൂവ്മെൻറ്റും അവിടെ കൂടുന്നു. ഇതെല്ലാം ഫിസിയോളജിക്കൽ എഫക്റ്റുകളോ ആണ്. ഓക്കെ, ഇനി അടുത്ത് ഇങ്ങനെ നമ്മൾ ഹീറ്റ് കണ്ടിന്യൂസ്ലി ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്താൽ അവിടെ എന്ത് സിസ്റ്റമിക് എഫക്റ്റ് ഉണ്ടാകാം? ഹീറ്റ് അപ്ലൈഡ് ഓൺ ലാർജ് ബോഡി, ഒരു കണ്ടിന്യൂസ് ഒരു ഏരിയയിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു, എക്സസ് ആയിട്ട് അധികമായിട്ട് വാസോഡൈലേഷൻ ഉണ്ടാകുന്നു. അധികം വാസോഡൈലേഷൻ സംഭവിച്ചാൽ ബ്ലഡ് പ്രഷർ കുറയും, അവിടെ ഫെയിൻറ്റിങ് സംഭവിക്കും, ആളവിടെ തലകറങ്ങി വീഴും, അവിടെ ഫെയിൻറ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. സിസ്റ്റമിക് എഫക്റ്റ് ഓഫ് heat. What is the systemic effect of heat? Heat applied on a large body area, excessive peripheral vasodilation ഉണ്ടാകുന്നു, ബ്ലഡ് പ്രഷർ കുറയുന്നു, ഫെയിൻറ്റിങ് ഉണ്ടാകുന്നു. ഇനി കോൾഡ് ആണെങ്കിലോ എക്സസീവ് കോൾഡ് ആപ്ലിക്കേഷൻ, എക്സസീവ് വാസോ കൺസ്ട്രക്ഷൻ, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷറും അവിടെ എക്സസീവ് ഷിവറിങ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. സിസ്റ്റമിക് എഫക്റ്റ് ഓഫ് കോൾഡ്: എക്സസീവ് കോൾഡ് ആപ്ലിക്കേഷൻ, വാസോ കൺസ്ട്രിക്ഷൻ, ഇൻക്രീസ് ഓഫ് ബ്ലഡ് പ്രഷർ, ഷിവറിങ്. നെക്സ്റ്റ്, എന്തൊക്കെയാണ് ഈ ഒരു ഹോട്ടും കോൾഡും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടോളറൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളുണ്ട്. എല്ലാ ഭാഗത്തും നമുക്ക് ഒരുപോലെയുള്ള ചൂട് താങ്ങാനുള്ള കഴിവില്ല. സോ ബേസ്ഡ് ഓൺ ദ ബോഡി പാർട്ട്, ദ ടോളറൻസ് ഓഫ് ഹോട്ട് ആൻഡ് കോൾഡ് വിൽ vary. Certain areas of the skin have sensitivity to temperature variation. The inner aspect of the wrist, forearm, neck, പെരീനിയൽ ഏരിയ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് നമുക്ക് ചൂട് അനുഭവപ്പെടും. എന്നാൽ കൈയിൻ്റെ ബാക്ക് സൈഡോ കാലിൻ്റെ ഫ്രണ്ട് സൈഡോ ഒക്കെ എന്താ അത്ര സെൻസിറ്റീവ് അല്ല. സോ ബേസ്ഡ് ഓൺ ദ ബോഡി പാർട്ട്, ഇറ്റ് ഈസ് ഓൾസോ വൺ ഫാക്ടർ ഓഫ് ഹോട്ട് ആൻഡ് കോൾഡ് ടോളറൻസ്. നെക്സ്റ്റ് വൺ, ഡ്യൂറേഷൻ ഓഫ് ആപ്ലിക്കേഷൻ. Therapeutic benefits of heat and cold applications are achieved with short periods of exposure to temperature variation. Duration of application, എത്ര സമയമാണ് നമ്മൾ ഒരു സ്ഥലത്ത് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചും എന്ത് ചെയ്യാം, അവിടെ ടോളറൻസ് വ്യത്യാസം ആകാം. ആൻഡ് ഏരിയ ഓഫ് ബോഡി എക്സ്പോസ്ഡ്, ആൻഡ് ഇഫ് എനി സർഫസ് ഏരിയ ഡാമേജ്, ബോഡി സർഫസ് ഏരിയ ഡാമേജ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ സെൻസിറ്റിവിറ്റിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ അവർ ഏജ്, തിന്നർ സ്കിൻ ലെയേഴ്സ് ഇൻ
ചിൽഡ്രൻ വിൽ ബി മോർ സെൻസിറ്റീവ് ഫോർ ഹീറ്റ്. എൽഡർലി പീപ്പിൾ ആണെങ്കിൽ അവിടെ അത്രയും എന്താണ്, അവിടെ ബേൺസിനുള്ള റിസ്ക്കും അവിടെ കൂടുതലാണ്. കുട്ടികൾക്കായാലും എൽഡർലി പീപ്പിൾ ആയാലും തിൻ സ്കിൻ ലെയർ ആണ്, അവർക്ക് ബേൺസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ടോളറൻസ്. ഓരോ വ്യക്തിക്കനുസരിച്ച് ഞാൻ താങ്ങുന്ന അത്രയും ഒരു ചൂട് നിങ്ങൾ ചിലപ്പോൾ സഹിക്കണമെന്നില്ല അല്ലേ. അപ്പോൾ ആ ഓരോ വ്യക്തിക്കനുസരിച്ച്, ഓരോ വ്യക്തിയുടെ ഏജിനനുസരിച്ച്, ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചും എന്ത് ചെയ്യാം, അവരവരുടെ ഇൻഡിവിജ്വൽ ടോളറൻസ് ഉണ്ടായിരിക്കും. അപ്പം ദീസ് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹീറ്റ് ആൻഡ് കോൾഡ് ടോളറൻസ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ബോഡി പാർട്ട്, ഡ്യൂറേഷൻ ഓഫ് ആപ്ലിക്കേഷൻ, ഏരിയ ഓഫ് ബോഡി എക്സ്പോസ്ഡ്, ഡാമേജ് ടു ബോഡി സർഫേസ് ഏരിയ, ഏജ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നെക്സ്റ്റ് ഏതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതല്ല, പർപ്പസസ് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഹോട്ട് ആപ്ലിക്കേഷൻ്റെ ഇൻഡിക്കേഷൻസ്? പെയിൻ റെഡ്യൂസ് ചെയ്യുന്നു, മസിൽ ടോൺ ഡിക്രീസ് ചെയ്യുന്നു, ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നു, ഡീപ്പ് കഞ്ചഷൻ റിലീവ് ചെയ്യുന്നു, എക്സുഡേറ്റ്സ് സോഫ്റ്റൻ ചെയ്യുന്നു, വാംത് പ്രൊവൈഡ് ചെയ്യുന്നു, പെരിസ്റ്റാൾസിസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഹോട്ട് ആപ്ലിക്കേഷൻ ആർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല? ഇഫ് സപ്പോസ് എനി പേഷ്യൻ്റ് ഈസ് ഹാവിങ് മാലിഗ്നൻസീസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സ്പ്രെഡ് ടു അതർ ഏരിയ, മാലിഗ്നൻസീസ് ഉണ്ടോ, അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് ഇംപെയർഡ് കിഡ്നി ഫങ്ഷൻസ്, ഹാർട്ട് ഫങ്ഷൻസ് ആൻഡ് ലങ് ഫങ്ഷൻ. ഇംപെയർഡ് കിഡ്നി ഫങ്ഷനോ ഇംപെയർഡ് ഹാർട്ട് ഫങ്ഷനോ ഇംപെയർഡ് ലങ് ഫങ്ഷനോ ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഹോട്ട് ആപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ഇൻഫ്ലെയിംഡ് ഏരിയ, ആക്ച്വലി ഓൾറെഡി ഇൻഫ്ലെയിംഡ് ഏരിയ ആണെങ്കിൽ അവിടെ ഹോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. പാരാലിസിസ് ആയിട്ടുള്ള പേഷ്യൻസിന് ഹോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. ഓപ്പൺ വൂണ്ട് ഉണ്ടെങ്കിൽ ഹോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. അതുപോലെ വീനസ് റിലേറ്റഡ് ആയിട്ടോ ലിംഫാറ്റിക് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള എഡിമ ഉണ്ടെങ്കിൽ അവിടെ ഹോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. ഹെഡേക്ക് ഉണ്ടെങ്കിൽ ഹോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഹോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. അധികം ചൂട്, ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ അധികം ചൂടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഹോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. കോൺട്രാ ഇൻഡിക്കേഷൻസ്. നെക്സ്റ്റ് ഇനി നമ്മൾ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് സപ്പോസ് കണ്ടിന്യൂസ്ലി ഹോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം? പെയിൻ ഉണ്ടാകാം, ബേൺസ് ഉണ്ടാകാം, റെഡ്നെസ് ഓഫ് ദ സ്കിൻ ഉണ്ടാകാം, എഡിമ ഉണ്ടാകാം, പാലർ ഉണ്ടാകാം, ഹൈപ്പർ തെർമിയ ഉണ്ടാകാം. വേദന, പെയിന്, ബേൺസ്, റെഡ്നെസ്, എഡിമ, പാലർ, ഹൈപ്പർ തെർമിയ. ഇനി കോൾഡ് ആപ്ലിക്കേഷൻ്റെ ഇൻഡിക്കേഷൻസ്. ഹോട്ട് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി കോൾഡ് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തതും പാടുള്ളവരും ഇൻഡിക്കേഷൻസ് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് വേദന റിലീവ് ചെയ്യാനും, ഗാംഗ്രീൻ പ്രിവെൻറ്റ് ചെയ്യാനും, എഡിമ പ്രിവെൻറ്റ് ചെയ്യാനും, ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനും, ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ കൺട്രോൾ ചെയ്യാനും, ബോഡി ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനും കോൾഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പേഷ്യൻ്റ് ഷോക്ക് സ്റ്റേറ്റ് അല്ലെങ്കിൽ കൊളാപ്സ്ഡ് സ്റ്റേറ്റ് ആണെങ്കിൽ വീണ്ടും നമ്മൾ അവിടെ കോൾഡ് ആപ്ലിക്കേഷൻ കൊടുക്കരുത്. ഓൾറെഡി എഡിമയുള്ള പേഷ്യൻറ്റിന് കോൾഡ് ആപ്ലിക്കേഷൻ കൊടുക്കരുത്. ഇംപെയർഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ അവിടെ കോൾഡ് ആപ്ലിക്കേഷൻ കൊടുക്കരുത്. മസിൽ സ്പാസം ഉണ്ടെങ്കിൽ കൊടുക്കരുത്. ഡിക്രീസ്ഡ് സെൻസേഷൻ ഉള്ള ഏരിയയിൽ കൊടുക്കരുത്. ഷിവറിങ് ഉണ്ട് അല്ലെങ്കിൽ വെരി ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ കോൾഡ് ആപ്ലിക്കേഷൻ കൊടുക്കരുത്. കോൾഡിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഇൻടോളറൻസോ ഉണ്ടെങ്കിൽ അവിടെയും കോൾഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യരുത്. ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും? കോൾഡ് ആപ്ലിക്കേഷൻ റോങ് ആയിട്ടായാൽ ടിഷ്യൂ ഡെത്ത് സംഭവിക്കാം, ഫ്രോസ്റ്റ് ബൈറ്റ് ഡെവലപ്പ് ചെയ്യാം, പർട്ടിക്കുലർ ഏരിയയിൽ നെർവ്സ് ഡാമേജ് ആകാം, അവിടുത്തെ ടിഷ്യൂസ് ഫ്രീസിങ് സംഭവിക്കാനും ചാൻസ് ഉണ്ട്. സോ വാട്ട് ആൻഡ് ആൾ ടു ബി ടേക്ക് കെയർ വെൻ വി ആർ ഗിവിംഗ് ഹോട്ട് ആപ്ലിക്കേഷൻ or cold application? Check the order, check armband and assess general condition of the patient. പേഷ്യൻ്റ് ഇന്നതാണെന്ന് ഉറപ്പ് വരുത്തി ഓർഡർ ചെക്ക് ചെയ്ത് ആ സ്കിന്നിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ആ സ്കിൻ ഏരിയ ഒക്കെ അസസ് ചെയ്ത് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഫങ്ഷനിങ് ആണോ എന്ന് ചെക്ക് ചെയ്ത് ഓരോ 15 മിനിറ്റിൽ പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് എന്തെങ്കിലും കറക്റ്റ് ഒരു ടൈമിംഗ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ ഉടനെ തന്നെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യുക. ആ ഒരു ഹോട്ട് ആപ്ലിക്കേഷനിൽ കോൾഡ് ആപ്ലിക്കേഷൻ കൊടുത്ത സ്ഥലം ഇടയ്ക്കിടയ്ക്ക് റെക്കോർഡ് ചെയ്ത് എക്സാമിൻ ചെയ്ത് അവിടുത്തെ റെസ്പോൺസ് റെക്കോർഡ് ചെയ്യുകയും വേണം. ഇനി എന്തൊക്കെ ചെയ്യാം? സേഫ്റ്റി മെഷേഴ്സ്. ഡു എക്സ്പ്ലെയിൻ ടു ദ പേഷ്യൻറ്റ് സെൻസേഷൻ ടു ബി ഫെൽറ്റ് ഡ്യൂറിങ് ദ പ്രൊസീജിയർ. കൃത്യമായിട്ട് പേഷ്യൻ്റ് എങ്ങനെയാണ് ആ ഒരു വേദനയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പെയിനിന് അല്ലെങ്കിൽ ആ ഒരു ഹീറ്റിന് അല്ലെങ്കിൽ ആ ഒരു കോൾഡിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സെൻസ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. ഡു ഇൻസ്ട്രക്ട് ദ പേഷ്യൻറ്റ് ടു റിപ്പോർട്ട് ചേഞ്ചസ് ഇൻ സെൻസേഷൻ ഡിസ്കംഫർട്ട് ഇമ്മീഡിയറ്റ്ലി. അതുപോലെ പേഷ്യൻറ്റിനോട് പറയുക, നിങ്ങൾക്ക് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, കോൾഡ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത്, ഹോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്കംഫർട്ട്, എന്തെങ്കിലും സെൻസേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്യണമെന്നവരെ
ഇൻസ്ട്രക്റ്റ് ചെയ്യാം. അതുപോലെ കൃത്യമായിട്ടുള്ള ടൈമർ, ക്ലോക്ക്, വാച്ച് ഇതെല്ലാം പേഷ്യൻ്റെ കയ്യിലും നേഴ്സിൻ്റെ കയ്യിലും കൃത്യമായിട്ടുള്ള സമയം ഡ്യൂറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സൂക്ഷിക്കുക. അതുപോലെ കോൾ ലൈറ്റ്, എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ വേണ്ടി കോൾ ലൈറ്റ് പേഷ്യൻറ്റിന് കൊടുക്കുക. അതുപോലെ ഓരോ ഹോസ്പിറ്റലിൻ്റെയും പോളിസിയും പ്രൊസീജിയർ മാനുവലും അനുസരിച്ച് സേഫ് ടെമ്പറേച്ചറിൽ വേണം ഇത് നമ്മൾ നടപ്പിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സാമിന്, പ്രാക്ടിക്കൽ എക്സാമിനും തിയറി എക്സാമിനും നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഇതുപോലുള്ള ഡീറ്റെയിൽ ക്ലാസ്സസ്, കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് നമ്മൾ ട്യൂഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ മാത്രം നമ്മൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസിൽ അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സസ് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സസും നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡൗട്ട് ക്ലിയറൻസും എല്ലാ മെറ്റീരിയൽസും വേണമെങ്കിൽ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതും ആണ്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഹോട്ട് ആപ്ലിക്കേഷൻ, കോൾഡ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല? ഡു നോട്ട് അലോ ദ ക്ലയൻറ്റ് ടു അഡ്ജസ്റ്റ് ടെമ്പറേച്ചർ. ക്ലയൻറ്റിന് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും അനുവദിക്കരുത്. നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട്, അതനുസരിച്ച് മാത്രമേ നമ്മളത് ചെയ്യാവൂ. ഡു നോട്ട് അലോ ദ പേഷ്യൻറ്റ് ടു മൂവ് ആൻഡ് ആപ്ലിക്കേഷൻ. ഒരു സ്ഥലത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാൻ അനുവദിക്കരുത്. ഡു നോട്ട് പ്ലേസ് ദ പേഷ്യൻ്റ് ഇൻ എ പൊസിഷൻ ദാറ്റ് പ്രിവെൻറ്റ് മൂവ്മെൻറ്റ് അവേ ഫ്രം ദ ടെമ്പറേച്ചർ സോഴ്സ്. അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും പേഷ്യൻ്റ് വരാൻ പാടില്ല, അതിന് അനുവദിക്കരുത്. അതുപോലെ ഹോട്ട് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും കോൾഡ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും ജസ്റ്റ് ആ ഒരു പാക്ക് എടുത്ത് നമ്മൾ പേഷ്യൻ്റെ ദേഹത്ത് വച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അവിടെ ഓവർ ഹീറ്റോ ഓവർ കോൾഡോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോട്ട് ആപ്ലിക്കേഷനിൽ, കോൾഡ് ആപ്ലിക്കേഷനിൽ പഠിക്കാനുള്ള. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫ്രീ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്താണ് ഹോട്ട് ആപ്ലിക്കേഷൻ, എന്താണ് കോൾഡ് ആപ്ലിക്കേഷൻ, എന്താണ് അതിൻ്റെ ഓരോന്നിൻ്റെ പർപ്പസസ്, അതിൻ്റെ ഓരോന്നിൻ്റെ ടൈപ്പ്, ഡ്രൈ ഹീറ്റും മോയ്സ്റ്റ് ഹീറ്റും അതിൻ്റെ ഓരോന്നിൻ്റെ ടൈപ്സ്, പിന്നെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാം ബാത്ത് കൊടുക്കുമ്പോൾ എത്ര ടെമ്പറേച്ചർ, ഹോട്ട് സോക്ക് അല്ലെങ്കിൽ ഹോട്ട് കംപ്രസിന് എത്ര ടെമ്പറേച്ചർ, ഹോട്ട് വാട്ടർ ബാഗിന് എത്ര ടെമ്പറേച്ചർ, ഐസ് ബാഗിന് എത്ര ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം കൃത്യമായിട്ട് അറിയുക. അതുപോലെ ഈ ഡിവൈസസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ചിലപ്പോൾ ചോദിക്കാം, അതിൻ്റെ പർപ്പസസ് ചോദിക്കാം, യൂസസ് ചോദിക്കാം, അത് വിശദീകരിക്കുക. പിന്നെ ഫിസിയോളജിക്കൽ എഫക്റ്റ്, കോൾഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടാകുന്നു, ഹോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടാകുന്നു, സിസ്റ്റമാറ്റിക് എഫക്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ, പിന്നെ ഓരോന്നിൻ്റെ ഇൻഡിക്കേഷൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻസ്, കോംപ്ലിക്കേഷൻസ്, പിന്നെ ഡൂസും ഡോൺസ്, ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും. ഓക്കെ, ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8891127927 എന്നുള്ള ഇതാണ് നമ്മുടെ ഓഫീസ് നമ്പർ. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ റെഫർ ചെയ്യുക. ഒരുപാട് സിമ്പിളായിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒന്ന് എഴുതാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.